അതെ, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ സക്സസ് ആയിട്ടുള്ള ഒരു റെസിപ്പി കാണിച്ചു തരട്ടെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. ക്യാരറ്റും റവയും കൂടി ഇട്ടിട്ടുള്ള തരിക്കൽ. അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടാം. അപ്പോൾ ഇന്ന് ഇതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചതാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. എനിക്ക് ക്യാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ക്യാരറ്റ് വെച്ച് ഞാൻ പലതും, ക്യാരറ്റ് സ്ഥിരം ഇവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ ക്യാരറ്റിൻ്റെ പായസം, ക്യാരറ്റ് ഹൽവ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ക്യാരറ്റ് ഇട്ടിട്ട് തരിക്കഞ്ഞിയില്ലേ, ആ തരിക്കഞ്ഞിയിൽ ക്യാരറ്റ് ഇട്ടിട്ട് ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഇന്ന് ആ വീഡിയോ കാണാം. അതിനായിട്ട് ഞാൻ ഒരു പിടിയോളം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് നല്ലോണം തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഒരു പിടിയത്തോളം ഉണ്ടാവത്തുള്ളേ. നല്ലോണം തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഏകദേശം നല്ല ഫൈനായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇതൊരു 3 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണിൽ 3 സ്പൂണോളം റവയുണ്ട്. പിന്നെ ഇതിന് ചേർക്കാനുള്ള നട്ട്സുകളാണ്. ഇത് ക്രഷ് ചെയ്ത ഒരു പോലത്തെ ചെറിയ പീസസ് ആയിട്ടുള്ള നട്ട്സും ഒരു കുറച്ച് വലുതായിട്ടുള്ളതും, പിന്നെ കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട്. ഒരു 10 കറുത്ത മുന്തിരി, അത്രയും തന്നെ ഉണക്കം വെള്ളമുന്തിരിയില്ലേ, അതും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കേക്കിന് വേണ്ടി വാങ്ങിച്ചതാണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതാണ് ക്രഷ് ചെയ്ത പോലത്തെ ഉള്ള ക്യാഷ്യൂ ഉള്ളത്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. പിന്നെ പാല്, ഞാനൊരിത്തിരി പാൽപ്പൊടി, ഒരു 10ൻ്റെ പാൽപ്പൊടിയുടെ പാക്കറ്റ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പാലല്ലാതെ ഈ പാൽപ്പൊടിയും കൂടി വേണം. ഇത് നല്ലോണം തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് പാലൊക്കെ ഒന്ന് തിളച്ച് വരുമല്ലോ, പാലൊക്കെ ചേർത്ത് തിളച്ച് വരുന്ന സമയത്ത് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു അര ഗ്ലാസ്സിൽ മേലെ ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചാണ് ഞാൻ ആ പാൽപ്പൊടി മിക്സ് ചെയ്ത് വെക്കുന്നത്. നമുക്ക് പാലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഒരിത്തിരി ഒഴിച്ചു കൊടുക്കണം. വേറെ ഒന്നിനല്ല, ഒരിച്ചിരി എനിക്ക് അതൊരു ഫീലായിട്ട് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പാക്കറ്റ് പാൽപ്പൊടി മതി കേട്ടോ. എന്നിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇച്ചിരി കറുത്ത പോലെ, ഒരു കുരുക്കൾ പോലെ തോന്നുന്നുണ്ടാവും. പക്ഷേ ഇതെൻ്റെ അമ്മ പാല് മേടിച്ച്, അവർ ക്ഷീരകർഷകരിൽ നിന്ന് പാല് മേടിച്ചിട്ട് അതിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കി തന്നെയാണ്. അപ്പോൾ ചെറിയായിട്ടൊന്നൊരു മൊരിഞ്ഞതിൻ്റെ ആ ഒരു കറുത്തതാണ് ആ കാണുന്നത്. ഞാൻ നെയ്യ് ഒന്ന് ചൂടായി വന്നപ്പോൾ ആ ഒരു പിടിയോളം ക്യാരറ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായില്ല, ഗ്രേറ്റ് ചെയ്തത്, അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ വാടണം. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കണം. അത് നല്ലോണം സോഫ്റ്റ്, ആ നെയ്യൊന്നും അതുമേൽ നല്ലോണം പിടിച്ച് അത് നല്ലോണം തന്നെ സോഫ്റ്റ് ആവണം. അതാണ് ഞാൻ പ്രത്യേകം പറയണത്. നന്നായിട്ട് തന്നെ അതൊന്ന് വാടിയെടുക്കണം. ഒരുപാട് ക്യാരറ്റ് വേണ്ട, അപ്പോൾ ക്യാരറ്റ് മാത്രമേ ഇപ്പോൾ. അപ്പോൾ ക്യാരറ്റും ഇതും കൂടി ഏകദേശം കുറച്ചായിട്ടുള്ള രീതിക്ക് മതി. അതാണ് ഞാനൊരു ചെറിയൊരു ക്യാരറ്റ് എടുത്തത്. ഒരുപാട് വേണ്ടെന്ന് അതാണ് പ്രത്യേകം പറയണത് തന്നെ കേട്ടോ. ഒരു ഇച്ചിരി അതിൻ്റെ ഒരു ഫ്ലേവർ, ക്യാരറ്റ് ജസ്റ്റ് നമ്മൾ ആ പായസം കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടി മാത്രം. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ ആ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പാകത്തിനായിട്ടുണ്ട്. ആ റവ, ആ 3 വലിയ സ്പൂണോളം റവ, നമ്മളിപ്പോൾ ഒരു കറിയൊക്കെ എടുക്കുന്ന സ്പൂണില്ലേ, അങ്ങനെയല്ല, അച്ചിങ്ങ കൊളുത്താൻ എടുക്കുന്ന ആ ഒരു ടൈപ്പ് സ്പൂൺ, ആ സ്പൂൺ കേട്ടോ. ആ സ്പൂണിന് 3 സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് അത് ഈ മൊരിഞ്ഞ് വരുമ്പോൾ, റവ മൊരിയുമ്പോൾ ഒരു മണം വരത്തില്ലേ, അത്രയും നല്ലോണം തന്നെ മൊരിഞ്ഞു. ഏകദേശം നല്ലോണം മൊരിഞ്ഞാലും കുഴപ്പമില്ല, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ഇങ്ങനെ കട്ട കെട്ടി കിടക്കത്തില്ലല്ലോ. അപ്പോൾ അതും കൂടി മൊരിഞ്ഞ് വന്ന സമയത്ത് ഞാൻ 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ലിറ്ററിൽ താഴെ, കുറച്ച് കുറവാണ് കേട്ടോ. ഞാൻ പൊട്ടിച്ച് പോയായിരുന്നു ആ പാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പൊട്ടിക്ക് കുറവുണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു 1/4 ഗ്ലാസ് കുറവുണ്ടാവേ. അപ്പോൾ അതും കൂടി ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത പാലില്ലേ, പാൽപ്പൊടി, ആ പാൽപ്പൊടിയും കൂടി അതിനകത്തോട്ട് ഒഴിച്ച് അതൊന്ന് അവിടെ ഒന്ന് തിളച്ച് വരട്ടെ. ആ പാൽപ്പൊടിയുടെ പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം ആ പാൽപ്പൊടിയുടെ പാത്രം ഒന്നും കൂടി കഴുകിയിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്കാളും ക്യാരമൽ ചെയ്യാം. ഈ ക്യാരമൽ ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ. ഇവിടെ ഞാൻ ക്യാരമൽ ചെയ്യുന്നത് ക്യാരമലിൻ്റെ ആ ഒരു കളർ ഷെയ്ഡ് അവിടെ വരാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ഒരു 3-4 സ്പൂണോളം പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്യാരമൽ ചെയ്യണുണ്ടേ. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്കിത് വേണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യണ്ട. ആ ക്യാരറ്റിൻ്റേതായ ഒരു ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡ് എന്തായാലും അതിനുണ്ടാവും കേട്ടോ. ഇതിവിടെ ക്യാരമൽ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്യാരമൽ ചെയ്ത് ആ കളറ് അതിന് ഭയങ്കര ഇഷ്ടമാണേ. അപ്പോൾ ഞാൻ തീ ഒന്ന് നല്ലതായിട്ട് തന്നെ മെൽറ്റായപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കളഞ്ഞേ. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഉപ്പടോന്നും പറഞ്ഞിങ്ങനെ
പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ കാ ഗ്ലാസ് അത്രയും മതി, ഒരുപാട് വേണ്ട. ഞാനൊരു 3-3.5 സ്പൂണോളം പഞ്ചസാരയാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മൾ അതിനകത്ത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല, അപ്പോൾ പഞ്ചസാര നമ്മുടെ പാകത്തിന് ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ ഇതിനകത്ത് 3 സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ പാകത്തിന് ഓരോരുത്തരുടെ ഇണക്കം പോലെ പാകത്തിന് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് അത് മിക്സായത് ആ വെള്ളത്തിൽ മിക്സായത് വന്നപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് അവിടെ കിടന്ന് ഒന്നും കൂടി തിളക്കട്ടെ. ആവശ്യത്തിനുള്ള മധുരം അപ്പം ചേർത്ത് കൊടുക്കുക. ഇത് ഇതിനകത്തോട്ട് വറവിന് വേണ്ടത് കുറച്ച് നെയ്യും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തു ആ ചീനച്ചട്ടി കഴുകിയിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കില്ലേ. അപ്പം അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളി ഒരു 3 ഉള്ളിയോളം ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നട്ട്സൊക്കെ ഇടുന്ന വീഡിയോ എടുത്തിട്ടുണ്ടെന്നാണ് വിചാരിച്ചത്, പക്ഷേ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിന്ന് എന്തോ ഓണായിട്ടുണ്ടായില്ല, അതാണ്. അപ്പം ജസ്റ്റ് ഞാനിത് വറുത്തത് മാത്രമേ ഉള്ളൂ, നട്ട്സ് ഇട്ടിട്ട് ഇതാക്കിയത് ഓണായിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ആ ഉള്ളി മൂത്ത സമയത്ത് അങ്ങോട്ട് വന്ന സമയത്ത് ആ നട്ട്സുകൾ മാത്രം ഇട്ടു, നട്ട്സും പിസ്തയും മാത്രം ഇട്ടു. അതും ഒന്ന് കളർ അങ്ങോട്ട് മാറി വന്ന് മൊരിയാറാവണ ആ സമയമായപ്പോൾ ഉള്ളി ഒന്നും കൂടി മൊരിഞ്ഞ് വരാൻ പോകണമെന്നുള്ള ഇത് വന്നപ്പോഴേക്കാളും ആ മുന്തിരിയും കൂടി കിസ്മിസും എല്ലാവരും കൂടി ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ് പാകത്തിനാവും. ഉള്ളി നല്ലോണം മൊരിഞ്ഞ് ആ ഉള്ളിയുടെ മൊരിവ് എന്തായാലും അതിന് വേണം കേട്ടോ, വേറെ ഒന്നുമില്ല. ആ ഒരു ഫ്ലേവർ നല്ലൊരു ഫ്ലേവറാണ്, എനിക്ക് നല്ല ഫ്ലേവറായിട്ടാണ് തോന്നിയിരിക്കുന്നത്. എന്നിട്ട് അതും ഇതിനകത്തോട്ട് ഞാൻ ആ പാലിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് മധുരം മാത്രമല്ല നമ്മൾ ചേർക്കുന്നുള്ളൂ, ഒരു ചെറിയൊരു ബാലൻസിന് വേണ്ടി ഒരു നുള്ളോളം ഉപ്പ് ഇട്ടിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുന്നുണ്ട്. സംഭവം കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ പണി. അപ്പം ഞാനായിട്ട് ട്രൈ ചെയ്ത് നോക്കിയ ഒരു റെസിപ്പി നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോളൂ. സംഭവം സൂപ്പറാണ് കേട്ടോ. ക്യാരറ്റ് ഒരുപാട് പാടില്ലെന്ന് പറയണത് വേറെ ഒന്നുമല്ല, ജസ്റ്റ് അത് മാത്രമേ ഇപ്പോൾ നമുക്ക് കഴിക്കാൻ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഇടുന്നത്. കരിക്കഞ്ഞിക്ക് എപ്പോഴും ഒരുപാട് മധുരം ഉണ്ടാവില്ല, പായസത്തിൻ്റെ പോലെയുള്ള മധുരം ഉണ്ടാവില്ല, ലൈറ്റ് മധുരം. അപ്പോൾ ഓരോരുത്തരുടെ ഇണക്കനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക. മധുരം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നോക്കുക. എനിക്കൊരു പൊടിക്കും കൂടി മധുരത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഇത്തിരി കൂടി മധുരമൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണേനെ. സംഭവം സെറ്റായി. ഞാനതൊന്ന് സെർവ് ചെയ്യുകയാണ്. ഞാൻ ഈ പാത്രത്തിലാണ് ഇന്ന് സെർവ് ചെയ്തത്. നമുക്കിന്ന് കുടിച്ച് നോക്കാം. കരിക്കഞ്ഞി അങ്ങനെ റെഡിയായി. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇത്തിരി തിക്കാണ്, എന്നാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കുടിക്കാൻ പറ്റുന്ന രീതിക്കാണേ. ക്യാരമൽ വേണ്ടെന്നുണ്ടെങ്കിൽ ക്യാരമൽ ചെയ്യണമെന്നില്ല. ആ ക്യാരറ്റിൻ്റെ തന്നെ ഇത്തിരി കളർ ഉണ്ടാവുമല്ലോ, അത് ഇതിനകത്ത് വന്നോളൂ. അപ്പോൾ ഒരു ചെറിയൊരു മഞ്ഞ പോലത്തെ ഒരു ഷെയ്ഡ്. ക്യാരറ്റ് നല്ലോണം തന്നെ ആ നെയ്യിലൊന്ന് വാടണം കേട്ടോ, നല്ലോണം തന്നെ ഒന്ന് വാടണം. പിന്നെ പാലിൻ്റെ ഇതും കൂടി ഒഴിച്ച് വേവിക്കുമ്പോൾ നല്ലോണം തന്നെ സോഫ്റ്റ് ആവേ. നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാവരും ഇതിനകത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആ ഉള്ളി മൊരിഞ്ഞ ഒരു മൂത്ത മണം ഉണ്ടാവില്ലേ, മൊരിഞ്ഞ ഒരു ചൊവ്വ വരും. നല്ല കേട്ടോ. ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ.